നമസ്കാരം. VBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. നാടും നഗരവും ക്രിസ്മസ് ആഘോഷത്തിനൊരുങ്ങി. വിവിധ സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ നടന്നു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരെയും കർഷകദ്രോഹ നടപടികൾ ഒഴിവാക്കുന്നതിനും വേണ്ടി കഞ്ഞിക്കുഴി ആസ്ഥാനമായി കർഷക സംരക്ഷണ സമിതി എന്ന സംഘടന രൂപീകരിച്ചു. ക്രിസ്മസ് വിപണി കീഴടക്കി കാർമൽ കേക്കുകൾ. പ്രത്യാശ റിഹാബിലിറ്റേഷൻ സെന്ററിലെ കാർമൽ ഫുഡ് ഇൻഡസ്ട്രീസിൽ നിന്നാണ് നാവിൽ രുചിയൂറും കേക്കുകൾ വിപണിയിലെത്തുന്നത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി കൽപ്പമിത്ര നാളികേര ഉൽപാദക സംഘങ്ങൾക്ക് നൽകുന്ന ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉസ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിസ്മയം ചിറകുവിടർത്തി ജയറാണി പബ്ലിക് സ്കൂളിൽ സയൻസ് ആൻഡ് ഹെറിറ്റേജ് എക്സിബിഷൻ നടത്തി. കുട്ടികൾക്കും മുതിർന്നവർക്കും അറിവ് പകരുന്ന എക്സിബിഷൻ ജനശ്രദ്ധ പിടിച്ചുപറ്റി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. ക്രിസ്മസ് വാർത്തകൾ. കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി 1500 കുട്ടികൾ അണിനിരന്ന നക്ഷത്ര 2013 നടന്നു. കരിമണ്ണൂർ ഗ്രാമത്തിന്റെ പൊൻവെളിച്ചവുമായി ജാതിമത ഭേദമന്യേ കുട്ടികൾ നക്ഷത്രത്തിന്റെ മാതൃകയിൽ അണിനിരന്നത് കൗതുകമായി. കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ നടന്നു. ഇതോടനുബന്ധിച്ച് SPC ക്യാമ്പിന്റെ ഉദ്ഘാടനവും നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ഇന്ദു സുധാകരൻ ക്രിസ്മസ് ആഘോഷ പരിപാടികളും SPC ക്യാമ്പും ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികൾക്കിടയിൽ സ്നേഹത്തിൻ്റെയും സമാദരണീയതയുടെയും ഒരു ഐക്യ സ്വഭാവം ഏറ്റവും പ്രധാനമായി കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത ഉദ്ബോധനമായി സ്വീകരിച്ചുകൊണ്ട് ഒരു പ്രത്യേകമായിട്ടുള്ള സന്ദേശം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി മാനേജ്മെൻറ്റിന് പ്രത്യേകമായിട്ട് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നൽകി വരുന്നതായിട്ടുള്ള ഒരു പ്രത്യേക ഒരു ആത്മീയതയുടെ ഭാഗം എന്നുള്ളതായ നിലയിൽ ഇവിടെ ഇന്നത്തെ ഈ പരിപാടിയിൽ എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മളോട് പങ്കുചേരുന്നത് പ്രിയപ്പെട്ട കൊച്ചച്ഛനാണ്. ഞങ്ങളൊക്കെ ജനപ്രതിനിധികൾ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഓരോ കാര്യങ്ങളും സ്കൂളുകളിലും സാമൂഹ്യ സ്ഥാപനങ്ങളിലുമൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ പങ്കുചേരുന്നു. അതിൻ്റെ ഒരു ഓരം ചേർന്നുകൊണ്ട് ഞങ്ങൾ കടന്നു പോകുന്നു. കരിമണ്ണൂർ സ്കൂളിൽ ഇന്ന് അതിമനോഹരമായിട്ടുള്ള രീതിയിൽ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഒപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ജോളി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ മാത്യു ചാമക്കാലയിൽ ക്രിസ്മസ് സന്ദേശം നൽകി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ജോസഫ് ജോൺ, സീനിയർ അസിസ്റ്റന്റ് LC തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് കൂപ്പൺ നറുക്കെടുപ്പും നടന്നു. ക്രിസ്മസ് ആഘോഷത്തിനായി നാടും നഗരവും ഒരുങ്ങി.
മണ്ണിലും വിണ്ണിലും നക്ഷത്രങ്ങൾ കൺചിമ്മുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാനാകുന്നത്. വിസ്മയിപ്പിക്കുന്ന നക്ഷത്രങ്ങളാണ് ഇപ്പോൾ എല്ലായിടത്തും. മണ്ണിലും വിണ്ണിലും നക്ഷത്രങ്ങൾ കൺചിമ്മുന്ന ക്രിസ്മസ് ആഘോഷത്തിനായി നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. വീടുകളിലും സ്ഥാപനങ്ങളിലുമെല്ലാം നക്ഷത്രമാലകളാണിപ്പോൾ. അലങ്കാര ബൾബുകളും വർണ്ണ നക്ഷത്രങ്ങളും ക്രിസ്മസ് രാവുകളെ ഉത്സവമാക്കുന്ന കാഴ്ച. ക്രിസ്മസ് ആഘോഷത്തെ പ്രഭാപൂരിതമാക്കുന്ന നക്ഷത്രങ്ങൾക്ക് ഇത്തവണ നല്ല ഡിമാൻഡാണ് ഉണ്ടായിരിക്കുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. ക്രിസ്മസിന് വേണ്ട എല്ലാ സാധനങ്ങളും, പുൽക്കൂട്, ക്രിപ്സെറ്റുകൾ, കമ്പിത്തിരി, പൂത്തിരി, അതുപോലെയുള്ള മറ്റ് അലങ്കാര വസ്തുക്കൾ എല്ലാം നമുക്കിവിടെ സുലഭമായിട്ട് ലഭ്യമാണ്. ക്രിസ്മസ് ട്രീ ഉണ്ട്. ക്രിസ്മസ് ട്രീ 125 മുതൽ 4500 രൂപ വരെയുള്ള ക്രിസ്മസ് ട്രീ ഉണ്ട്. അത് പുൽക്കൂടാണെങ്കിൽ 250 തുടങ്ങി 1500, 1600 വരെയുള്ള പുൽക്കൂടുകളുണ്ട്. ക്രിപ്സെറ്റ് ആണെങ്കിലും ഈ പറഞ്ഞ 200 രൂപ തുടങ്ങി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 1800, 1500 വരെയുള്ള സെറ്റുകളാണ് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. പല നിരക്കിലുള്ള നക്ഷത്രങ്ങൾ വിപണിയിലുണ്ടെങ്കിലും അലങ്കാരപ്പണികൾ നടത്തിയിട്ടുള്ള വില കൂടിയ നക്ഷത്രങ്ങൾക്ക് തന്നെയായിരുന്നു ആവശ്യക്കാർ കൂടുതൽ. ഇവയ്ക്ക് 70 രൂപ മുതൽ 250 രൂപ വരെയാണ് വില കാര്യമാക്കാതെ കാണാൻ ആകർഷണീയത കൂടുതലുള്ള നക്ഷത്രങ്ങൾ വാങ്ങാനായിരുന്നു പലർക്കും താല്പര്യം. വിപണിയിൽ ചെറിയ നക്ഷത്രങ്ങൾക്ക് 5 രൂപ മുതൽ 20 രൂപ വരെയാണ് വിൽപ്പന വില. മീഡിയം നക്ഷത്രങ്ങൾക്ക് 20 രൂപ മുതൽ 70 രൂപ വരെയാണ് വില. നക്ഷത്രങ്ങൾക്കൊപ്പം വൈവിധ്യമാർന്ന അലങ്കാര ബൾബുകളും നഗരത്തിലെ വിപണനശാലകളിൽ സുലഭമായി ലഭിക്കുന്നു. നക്ഷത്ര രൂപത്തിലുള്ള LED ബൾബുകൾക്ക് 250 രൂപ മുതൽ 450 രൂപ വരെയാണ് വില നിലവാരം. പുതുതായി വിപണിയിലെത്തിയ റൊട്ടേറ്റിംഗ് LED ബൾബുകൾക്ക് 140 രൂപ മുതൽ 200 രൂപ വരെ വിലയ്ക്കാണ് വിൽപ്പന നടത്തുന്നത്. BBC ന്യൂസ്, തൊടുപുഴ. തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് പൂമാല ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ക്രിസ്മസ് ആഘോഷിച്ചത്. ഉരുൾപൊട്ടൽ ഭീഷണിയിൽ യാതന അനുഭവിച്ച കൂവക്കണ്ടം, വാളിയൻതോട് പ്രദേശങ്ങളിലെ ആദിവാസി കുടിലുകൾ സന്ദർശിച്ച് കുട്ടികൾ ക്രിസ്മസ് സന്ദേശം അറിയിച്ചു. തുടർന്ന് കൂവക്കണ്ടം അംഗൻവാടിയിൽ വെച്ച് നടത്തിയ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ആദിവാസി മൂപ്പൻ അപ്പച്ചി കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ വിദ്യാർത്ഥികളുടെ തന്നെ ചെണ്ടമേളത്തോടെ നടത്തിയ സന്ദേശ റാലിയിൽ അധ്യാപകരായ PV ഷാജി, ഓമന, ഷീബ മുഹമ്മദ്, അംഗൻവാടി ടീച്ചറായ രമണി, PTA, MPTA അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് നാട്ടുകാരുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും നടന്നു. ക്രിസ്മസ് ആഘോഷം ഒരു ജനകീയ പങ്കാളിത്തത്തോടെ നമ്മുടെ പ്രാദേശിക സമിതിയുടെ കീഴിൽ തൊട്ടടുത്തുള്ള അംഗൻവാടിയിലെ കുട്ടികളോടൊത്തും അതുപോലെ ഈ പ്രദേശത്തെ ഏറ്റവും പ്രായം കൂടിയ ആളുകളോടൊത്തും നടത്തണമെന്നാണ് നമ്മൾ തീരുമാനിക്കുകയും അതനുസരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ക്രിസ്മസിന്റെ സന്ദേശം വളരെ സാന്ത്വന സന്ദേശമായി മാറ്റിക്കൊണ്ട് ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ദുരിത ഭീഷണികൾ നേരിട്ട സ്ഥലമാണ്. നമ്മൾ കടന്നു വന്ന വഴികൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കും. ഉരുൾപൊട്ടി നടന്ന വഴിയിലൂടെയാണ് നമ്മൾ സന്ദർശിച്ചത്. അപ്പോൾ അതിന്റെ ദുരന്തത്തിന്റെ വേദനയൊന്നും ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്നും ഈ പ്രദേശത്തു നിന്നും പോയിട്ടില്ല. എന്നാൽ അതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ക്രിസ്മസ് ആഘോഷം ഒരു 2 മണിക്കൂർ നിന്ന് നമ്മുടെ ഈ പരിപാടിയിൽ എല്ലാം മറന്ന് പുതിയുഗത്തിലേക്ക് കടക്കുന്ന അവസരത്തിൽ വളരെ നന്നായി ആഘോഷിക്കണമെന്നും കഴിഞ്ഞതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വരുന്ന വർഷം നമുക്ക് വളരെ നല്ല രീതിയിൽ ആകുവാനുള്ള ഒരു സന്ദേശം നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ പരിപാടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന് സമീപമുള്ള സെന്റ് ജോസഫ് പ്ലേ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടത്തി. ന്യൂമാൻ കോളേജ് റിട്ടയർഡ് പ്രൊഫസർ PM മുലഹന്നാൻ കേക്ക് മുറിച്ച് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു.
വൈകല്യം തളർത്തിയ മക്കളുടെ സ്നേഹമധുരം നിറയുന്ന കാർമൽ കേക്കുകൾ ക്രിസ്മസ് വിപണി കീഴടക്കുന്നു. ഭൂമിയിലേക്ക് പിറന്നു വീണപ്പോഴേ ഉണ്ടായിരുന്ന വൈകല്യം ഇപ്പോഴും കൂട്ടായിട്ടുള്ളവരും പരസഹായത്താൽ മാത്രം ജീവിക്കുന്നവരുമായ ഒരു കൂട്ടം പെൺമക്കളുടെ അധ്വാനമാണ് കാർമൽ കേക്കിന് പിന്നിലെന്ന് പലരും അറിയുന്നില്ല. ഒളമറ്റത്തെ പ്രത്യാശ റീഹാബിലിറ്റേഷൻ സെന്റർ വക കാർമൽ ഫുഡ് ഇൻഡസ്ട്രീസിൽ നിന്നാണ് കാർമൽ കേക്കുകൾ വിപണിയിലെത്തുന്നത്. കാർമൽ കേക്കിന്റെ രുചിക്ക് പിന്നിൽ ജീവിതത്തെ വൈകല്യം തളർത്തിയ ഈ മക്കളുടെ സ്നേഹമധുരം നിറയുന്നു. ഭൂമിയിലേക്ക് പിറന്നു വീണപ്പോഴേ ഉണ്ടായിരുന്ന വൈകല്യം ഇപ്പോഴും കൂട്ടായുള്ളവരും പരസഹായത്താൽ മാത്രം ജീവിക്കുന്നവരുമായ ഒരു കൂട്ടം പെൺമക്കളുടെ അധ്വാനമാണ് ഈ കാർമൽ കേക്കിന് പിന്നിലുള്ളത്. 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ള മക്കളുടെ ആശ്രയമായ ഒളമറ്റത്തെ പ്രത്യാശ റീഹാബിലിറ്റേഷൻ സെന്റർ വക കാർമൽ ഫുഡ് ഇൻഡസ്ട്രിയിൽ നിന്നാണ് ക്രിസ്മസ് കേക്കുകൾ വിപണിയിലെത്തുന്നത്. കോതമംഗലം പ്രൊവിൻഷ്യലിന്റെ കീഴിലുള്ള അഗതികളുടെ സഹോദരിമാരാണ് ഈ സ്ഥാപനത്തിന്റെ മേൽനോട്ടം ഏറ്റെടുത്തിരിക്കുന്നത്. വൈവിധ്യമാർന്ന നിറങ്ങളിലും രൂപത്തിലും വ്യത്യസ്തമായ വർണ്ണങ്ങളിലും രുചികളിലും കൊതിയൂർന്ന കാർമൽ കേക്കുകൾ ഇന്ന് വിപണി കീഴടക്കി കഴിഞ്ഞു. കാർമലിൽ ഞങ്ങൾ ഒരു 35 ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേലും പലതരത്തിലുള്ള കേക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. പ്ലം കേക്ക്, സ്പെഷ്യൽ പ്ലം, ക്യാരറ്റ്, ബനാന, പൈനാപ്പിൾ തുടങ്ങി പലതരത്തിലുള്ള കേക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ കുട്ടികളെ കൂടാതെ ഞങ്ങൾക്ക് ഇവിടെ 7 സ്റ്റാഫുകളുണ്ട്. അവർ വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങളോട് സഹകരിച്ചു പോകുന്നു. അവരുടെ ആത്മാർത്ഥതയും സ്നേഹവും ഞങ്ങളെയൊക്കെ ഒത്തിരി സന്തോഷിപ്പിക്കുകയും ഞങ്ങളെ വളർത്തുകയും ചെയ്യാറുണ്ട്. ഓരോ ക്രിസ്മസിനും മധുരം നുണിയുമ്പോൾ കാർമലിലെ ഒരു പറ്റം മക്കളുടെ ജീവിതം തളിരിടുകയാണ്. സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ മധുരം ഈ കേക്കുകൾക്ക് അവർ സമ്മാനിക്കുന്നു. തൊടുപുഴ ഒളമറ്റത്തെ പ്രത്യാശ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന SD സിസ്റ്റേഴ്സ് വക കാർമൽ ഫുഡ് ഇൻഡസ്ട്രിയിലെ കേക്കുകൾക്ക് ചേരുവ ചേർക്കുന്നത് ഇവിടുത്തെ മക്കളാണെന്നതാണ് പ്രത്യേകത. നിർധന കുടുംബത്തിലെ അംഗങ്ങളും പോളിയോ ബാധിച്ച് ശരീരം തളർന്നവരുമായ 28 പെൺമക്കളാണ് ഇവിടെയുള്ളത്. പലരും ശാരീരികമായി ബലഹീനരാണ്. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്നു. മനസ്സ് സന്തോഷത്തിലാണ്. ജീവിതകാലം മുഴുവൻ ഇവർ ഇവിടെ ഉണ്ടാകും. ഇന്ന് ഇവരുടെ കണ്ണു നിറയാറില്ല. അത്രമാത്രം മനസ്സിൽ സന്തോഷമാണ് ഇവർക്ക് ലഭിക്കുന്നത്. 4 സന്യാസിതരാണ് ഈ സ്ഥാപനത്തിൽ സേവനം ചെയ്യുന്നത്. ഡയറക്ടർ സിസ്റ്റർ തേജസിന്റെ നേതൃത്വത്തിൽ സിസ്റ്റർമാരായ ലിറ്റി, ഡാനിയ, ജോർലി തുടങ്ങിയവരാണ് ഈ മക്കളുടെ പരിപാലനം ഏറ്റെടുത്തിരിക്കുന്നത്. ഇവരുടെ കൂട്ടായ പ്രവർത്തനം മൂലമാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത്. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് കേക്കും അറിയാതെ കടന്നുവരും. സമ്മാനമായി കേക്ക് കൊടുക്കുന്നതും വാങ്ങുന്നതുമാണ് മലയാളിക്ക് താല്പര്യം. ക്രിസ്മസ് കേക്കിന്റെ മധുരം നുണഞ്ഞില്ലെങ്കിൽ എന്തൊരു ആഘോഷമെന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ. കേക്കിന്റെ മധുരമില്ലാത്തൊരു ക്രിസ്മസിനെ കുറിച്ച് ആലോചിക്കാനേ പറ്റില്ല. ക്രിസ്മസ് ആഘോഷവേളയിൽ കേക്കിന്റെ നറുമണം പടരുമ്പോൾ ആരും കാർമൽ കേക്കിനെ കുറിച്ച് ചിന്തിച്ചു പോകുന്നതും അതുകൊണ്ട് തന്നെയാണ്. ക്രിസ്മസ് ആയതോടുകൂടി ഇവിടെ തിരക്കേറി വരികയാണ്. വിവിധ തരത്തിലുള്ള കേക്കുകൾക്ക് വേണ്ടി ഇവർ സജീവമാകുന്നു. പ്ലം കേക്ക്, ക്യാരറ്റ് ആൻഡ് ഡേറ്റ് കേക്ക്, ചോക്ലേറ്റ് കേക്ക്, ആപ്പിൾ കേക്ക്, ടൊമാറ്റോ കേക്ക്, ബട്ടർ കേക്ക്, ബനാന കേക്ക്, നാച്ചുറൽ വാനില കേക്ക്, സ്പെഷ്യൽ പ്ലം കേക്ക്, കാഡ്മം കേക്ക്, മാർബിൾ കേക്ക് തുടങ്ങിയ വ്യത്യസ്ത തരത്തിലും രുചിയിലുമുള്ള കേക്കുകൾ ഇവിടെ ലഭ്യമാണ്. 1 കിലോ പ്ലം കേക്കിന് 150 രൂപയാണ് വില. ക്യാരറ്റ് കേക്കിന് 200 രൂപയും ബനാന കേക്കിന് 190 രൂപയും മാർബിൾ കേക്കിന് 160ഉം ബട്ടർ കേക്കിന് 180 രൂപയും കാഡ്മൺ കേക്കിന് 160 രൂപയാണ്. കേരളത്തിനും വെളിയിലേക്ക് ബാംഗ്ലൂർ, ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നും ഓർഡർ ഈ മക്കൾക്ക് ലഭിക്കുന്നു. കോതമംഗലം പ്രൊവിൻഷ്യലിന്റെ കീഴിലേക്കുള്ള ഈ സ്ഥാപനത്തിലേക്ക് ക്രിസ്മസ് സീസണിൽ സഹായിക്കാൻ 12ഓളം സന്യാസിതർ കൂടി എത്തുന്നു. ഇതുകൂടാതെ 21-ാം തീയതി തൊടുപുഴയിൽ കേക്ക് മേളയും ആരംഭിക്കും. എല്ലാ വർഷവും ഈ കേക്ക് മേള തൊടുപുഴയിൽ നടത്താറുണ്ട്. കാർമൽ കേക്കിന് പ്രത്യേക ഒരു രുചിയുണ്ട്. അതുകൊണ്ട് തന്നെ മേളയിൽ വയ്ക്കുന്ന കേക്കുകൾ തിരിച്ച് കാർമലിലേക്ക് കൊണ്ടുപോകേണ്ടി വരാറില്ല. BBC ന്യൂസ്, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. നാടും നഗരവും ക്രിസ്മസ് ആഘോഷത്തിനൊരുങ്ങി. വിവിധ സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ നടന്നു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരെയും കർഷകദ്രോഹ നടപടികൾ ഒഴിവാക്കുന്നതിനും വേണ്ടി കഞ്ഞിക്കുഴി ആസ്ഥാനമായി കർഷക സംരക്ഷണ സമിതി എന്ന സംഘടന രൂപീകരിച്ചു. ക്രിസ്മസ് വിപണി കീഴടക്കി കാർമൽ കേക്കുകൾ. പ്രത്യാശ റീഹാബിലിറ്റേഷൻ സെന്ററിലെ കാർമൽ ഫുഡ് ഇൻഡസ്ട്രീസിൽ നിന്നാണ് നാവിൽ രുചിയൂറും കേക്കുകൾ വിപണിയിലെത്തുന്നത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി കൽപ്പമിത്ര നാളികേര ഉൽപാദക സംഘങ്ങൾക്ക് നൽകുന്ന ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉസ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു.
വിസ്മയം ചിറക് വിടർത്തി ജയറാണി പബ്ലിക് സ്കൂളിൽ സയൻസ് ആൻഡ് ഹെറിറ്റേജ് എക്സിബിഷൻ നടത്തി. കുട്ടികൾക്കും മുതിർന്നവർക്കും അറിവ് പകരുന്ന എക്സിബിഷൻ ജനശ്രദ്ധ പിടിച്ചുപറ്റി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. തൊടുപുഴയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ ഇപ്പോൾ ലോകത്തെങ്ങും ലഭിക്കുന്നു. തൊടുപുഴയിലെ ആദ്യത്തെ വെബ് TV ചാനൽ ഇന്ന് തന്നെ സന്ദർശിക്കുക www.bbcnewstodupuഴ.com. തൊടുപുഴയ്ക്ക് സമീപമുള്ള 16 ഗ്രാമപഞ്ചായത്തുകളിലും ഇന്റർനെറ്റിലും ഇപ്പോൾ BBC വാർത്തകൾ ലഭിക്കുന്നു. BBC ന്യൂസ്, തൊടുപുഴയുടെ സ്വന്തം വാർത്താ ചാനൽ. സന്ദർശിക്കുക www.bbcnewstodupuഴ.com.